ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കാം എന്ന് വിചാരിക്കും. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ, നാവികൻ ഭവാബ്ധിക്കുനി ഒരാവിവൻ തോണി നിൻ പദം. മാതാപിതാ ഗുരുർ ദൈവം എന്നാണ്. ഇന്ന് ജൂൺ 1 സ്കൂളും കോളേജൊക്കെ തുറക്കുന്ന ദിവസമായിട്ട് ഈ ഗുരുസ്മരണയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. മാതാവും പിതാവും കഴിഞ്ഞാൽ പിന്നെ ഗുരുവാണ് നമ്മുടെ കാണപ്പെട്ട ദൈവം. അതിൽ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രതീകവും പ്രതിരൂപമായിരിക്കുന്ന നടേശ ഗുരു എന്ന ആളുകൾ പരിഹാസമായിട്ട് പറയുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹമാണ് ഇപ്പോൾ നമുക്ക് കാണപ്പെട്ട ഒരു ഗുരുനാഥൻ. അപ്പോൾ ഈശ്വരൻ്റെ ഒരു പ്രതീകവും അദ്ദേഹം തന്നെയാണ്. ഇവിടെ പറയാൻ വന്നത് നിങ്ങൾ ഏതാണ്ട് ഊഹിച്ച് കാണും. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വെള്ളാപ്പള്ളിയുടെ മകനും നിലവിൽ SNDP ഇവിടെ ഉപാധ്യക്ഷനുമായിരിക്കുന്ന അതേ സമയത്ത് തന്നെ NDA ഘടകകക്ഷിയായ BD JS-ൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം, ശ്രീ തുഷാർ വെള്ളാപ്പള്ളി. ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശന് അദ്ദേഹത്തിൻ്റെ ഭാര്യാഗൃഹമായ ആലുവ ദേശത്തുള്ള ദേവകി എന്ന വസതിയിൽ ചെന്ന് കണ്ടു. അതിൽ പുതിയമായിട്ടാണ് പോയെന്നറിയില്ല. ഏതായാലും അവിടെ കണ്ടു. അവിടെ ചെന്നു മുഖ്യമന്ത്രിയെ കണ്ടു. കുശല പ്രശ്നങ്ങൾ നടത്തി. അവർ തമ്മിൽ എന്താണ് സംസാരിച്ചതെന്നറിയില്ല. തൻ്റെ പഴയ സുഹൃത്താണ് VD സതീശൻ എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത്. മുഖ്യമന്ത്രി അത് നിഷേധിച്ച് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാവരുടെയും സുഹൃത്താണ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം അവിടെ ചെന്നു. കൂടെ നമ്മുടെ സിനിൽ മുണ്ടപ്പള്ളി അടക്കം SNDPയുടെ മറ്റ് ചില ഭാരവാഹികളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീടെങ്കിലും ഇവരാരും ആ വഴിക്ക് വന്നില്ല. അത് പോട്ടെ. ഏതായാലും മുഖ്യമന്ത്രിയെ കണ്ടു, സംസാരിച്ചു, കുശല പ്രശ്നം നടത്തി. മുഖ്യമന്ത്രി ചായ കൊടുത്ത് കാണും, ഇവർ കുടിച്ച് കാണും എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെ ചായ കുടിച്ച് അവർ സംസാരിച്ച് തിരിച്ചു പോയി. അതിലിപ്പോൾ ഇത്ര വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ചെന്നാലും VD സതീശൻ എനിക്ക് ജയശങ്കറെ ചായ കുടിച്ചിട്ട് പോകുന്നു. ഞാൻ ചായ കുടിച്ചിട്ട് പോയി. എനിക്ക് പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊന്നുമില്ല. VD സതീശൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചായ കുടിക്കാൻ നമുക്ക് ആർക്കും ഒരു വിരോധമില്ല. ഇനി സതീശൻ ഇല്ലാത്തപ്പോഴാണ് ചെല്ലുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവ്, എനിക്ക് അദ്ദേഹത്തോട് കൂടുതലാണ്. വേലായുകുട്ടി സാർ പറയും, ജയശങ്കറെ ചായ കുടിച്ചിട്ട് പോയാൽ നമ്മൾ ചായ കുടിച്ചിട്ട് പോയി. ഇത്ര കാര്യമുള്ളൂ. അത് വലിയ ആഗോള പ്രശ്നമൊന്നും ആക്കേണ്ടതില്ല. പക്ഷേ പല ആളുകളും, പ്രത്യേകിച്ച് ഈ കോൺഗ്രസിനകത്തുള്ള ചില മതേതരന്മാരൊക്കെ, ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ അവിടെ വന്നപ്പോൾ വീട്ടിൽ കയറ്റിയത് ശരിയായില്ല, ചായ കൊടുത്ത് വളരെ തെറ്റായിപ്പോയി, ഇനി അഥവാ ചായ കൊടുക്കാൻ തന്നെ കട്ടൻ ചായ കൊടുക്കണം, മധുരം ഇടാതെ കൊടുക്കണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിലൊന്നും ഒരു കഥയില്ല. ഇനിയിപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വന്നാലും മുഖ്യമന്ത്രിയുടെ ഭാര്യ വീട്ടിലാണ് വരുന്നത്. ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറയും, ചായ കുടിച്ചിട്ട് പോകും. ഇത്ര വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല. ക്ലിഫ് ഹൗസിൽ ചെന്നാലും സെക്രട്ടേറിയറ്റിൽ ചെന്നാലും ഒക്കെ ഒരു ആതിഥ്യ മര്യാദ പുലർത്തണം. അത് VD സതീശനാണ്, കോൺഗ്രസ്സുകാരനാണ്, നെഹ്റുവിയറാണ് എന്ന് പറഞ്ഞ് അതൊന്നും നിഷേധിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പം അത് നിസ്സാര വിഷയമാണ്. ഇനി പറയാൻ പോകുന്നത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ആളുകൾ എടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ബിന്ദു കൃഷ്ണ അത്ര വലിയ എടുത്താൽ പോകാത്ത ഭാരിച്ച വകുപ്പുകളൊന്നുമില്ല. ആ വകുപ്പുകളൊക്കെ ഉള്ളൂ. അവർ കണിച്ചുകുളകരയിൽ ചെന്ന് വെള്ളാപ്പള്ളി നടേശനെ കണ്ട് അദ്ദേഹത്തെ പ്രണമിക്കുകയും അദ്ദേഹം ഇവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചാൽ തെറ്റില്ല, പക്ഷേ അതിൻ്റെ ഫോട്ടോ എടുത്ത് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചു. ശ്രീമതി ബിന്ദു കൃഷ്ണ തികഞ്ഞ ആദരവോടും ബഹുമാനത്തോടും ഭക്തിയോടും കൂടിയിട്ടാണ് വെള്ളാപ്പള്ളിയെ പോയി കണ്ടത്. അതിലെന്താ അത്ഭുതം? ഈ നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJPക്കാരും പ്രത്യേകിച്ച് പാർട്ടിയൊന്നും ഇല്ലാത്തവരുമായ ആളുകളൊക്കെ കണിച്ചുകുളകരയിൽ പോവുകയും അദ്ദേഹത്തെ കാണുകയും ആശീർവാദം ആവശ്യപ്പെട്ടു പോവുകയും SNDPയുടെ സകല വിധത്തിലുള്ള പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്യും. അഭ്യർത്ഥിച്ചു എന്ന് വെച്ചാൽ അദ്ദേഹം കൊടുത്തുള്ളതൊന്നുമില്ല. ചില കേസിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ പിന്തുണ കിട്ടിയ ഒറ്റ കാരണം കൊണ്ട് ആൾ തോറ്റുപോയിച്ചു. അദ്ദേഹം എതിർത്തുകൊണ്ട് മാത്രം ജയിച്ച ആളുകളുണ്ടായിട്ട് നമ്മളതും പറയണമല്ലോ. ഇപ്പോൾ VM സുധീരൻ 3 തവണ ആലപ്പുഴ മത്സരിച്ചപ്പോഴും ജയിച്ചത് ഇദ്ദേഹം വളരെ ശക്തമായി എതിർത്തുകൊണ്ടാണ്. 4ാമത്തെ തവണ വെള്ളാപ്പള്ളി സുധീരനെ എതിർക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ എന്ത് ചോദിച്ചാൽ സുധീരൻ തോറ്റുപോയി. സുധീരൻ ജയിച്ചത് സത്യത്തിൽ വെള്ളാപ്പള്ളിയോടുള്ള എതിർപ്പോട്ട് മാത്രമാണ്. വെള്ളാപ്പള്ളി എതിർത്തില്ലെങ്കിൽ സുധീരൻ തോറ്റുപോകും. അങ്ങനെ സംഭവിച്ചു. അതുപോലെ KC വേണുഗോപാലും ആദ്യഘട്ടത്തിലൊക്കെ വെള്ളാപ്പള്ളിയോട് താറുതല പറഞ്ഞ് നിന്നുകൊണ്ടാണ് ആലപ്പുഴയിൽ നിന്ന് ജയിച്ചത്.
അപ്പോൾ അതില്ലാതെ ജയിക്കാം എന്ന് പുള്ളി തെളിയിച്ചു. ഇങ്ങനെയൊക്കെ പല ഒഴുക്കുകളും അടിയൊഴുക്കുകളും ഉണ്ട്. ചില സന്ദർഭങ്ങളിൽ വെള്ളാപ്പള്ളിയുടെ പിന്തുണ കൊണ്ട് ജയിച്ച ആളുകളുണ്ട്, വെള്ളാപ്പള്ളി എതിർത്തുകൊണ്ട് തോറ്റവരുമുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ അതോട് വിശദീകരിക്കാനോ എണ്ണ വിട്ട് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അത് മറ്റൊരു അവസരത്തിലാവും. ഇവിടെ എന്താ സംഭവിച്ചു ചോദിച്ചാൽ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് ബിന്ദു കൃഷ്ണ കണിച്ചുകുളങ്ങരയിൽ പോയില്ല, ശിവഗിരിയിൽ പോയില്ല. കാരണം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഡേറ്റ് മുതൽക്ക് സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞ് അധികം താമസിയാതെ വോട്ടെടുപ്പിൻ്റെ തീയതിയായി. അപ്പോൾ ഇതിനിടയ്ക്കുള്ള സമയത്ത് പ്രചരണം നടത്താനല്ലാതെ ഈ സമുദായ നേതാക്കന്മാരും മതമേലധ്യക്ഷന്മാരൊന്നും പോയി കാണാൻ പറ്റിയ അവസ്ഥയായിരുന്നില്ല. അതിനൊരു പ്രായശ്ചിത്തം എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ കണിച്ചുകുളങ്ങരയിൽ ചെന്ന് സമുദായ മേലധ്യക്ഷനായിരിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ അനുഗ്രഹം തേടിയത്. അദ്ദേഹം അവിടെ വന്നപ്പോൾ, നീ കോൺഗ്രസ്സുകാരിയാണല്ലോ, നിനക്ക് ഇവിടെ അനുഗ്രഹമില്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചില്ല. ഇനിയിപ്പോൾ വേറൊരാൾ ചെന്നാലും പുള്ളി അനുഗ്രഹിക്കും. ആലപ്പുഴയിൽ നിന്ന് ജയിച്ച തോമസ് ഇപ്പോൾ കണിച്ചുകുളങ്ങര ചേർത്ത് മുതലാളി അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ പുള്ളി പാട്ടി കഴിവറ പോലെ ഇറങ്ങിപ്പോടാ എന്ന് പറയും? പറയില്ല. പുള്ളി രണ്ട് കൈ തലയിൽ വെച്ച്, മോനെ തോമസ് നീ നന്നായി വട, നിൻ്റെ പോലെ മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളാണ് ഈ നാടിന് ആവശ്യം എന്ന് പറഞ്ഞ് പുള്ളി അനുഗ്രഹിക്കും. പോട്ടെ, ഇത്രയ്ക്കൊന്നും ദൂരേക്ക് പോകണ്ടല്ലോ. അമ്പലപ്പുഴയിൽ മത്സരിച്ച് വലിയ വിജയം നേടിയ ആളാണല്ലോ നമ്മുടെ ജി സുധാകരൻ. ജി സുധാകരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിവരം അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തെ അനുഗ്രഹിച്ച ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നേരെ സുധാകരൻ എന്താ ചെയ്ത് ഈ കോൺഗ്രസ്സുകാരുടെ വോട്ട് പിടിച്ച് ജയിച്ച ആളാണ് ഇല്ലേ. മുസ്ലിം ഭൂരിപക്ഷ ഡിവിഷനുകളിലൊക്കെ സുധാകരനാണ് ലീഡ് ചെയ്തത്. ഹിന്ദുക്കളുടെ ഏരിയയിൽ മാത്രമാണ് സലാമിന് പിന്നെ പിടിച്ച് നിൽക്കാൻ പറ്റിയത്. അപ്പോൾ അത്രയും ജനപിന്തുണയുള്ള ജി സുധാകരൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ കണിച്ചുകുളങ്ങരയിൽ ചെന്നു എന്ന് മാത്രമല്ല, നടേശ മുതലാളിയെ ഒരു ഷാളടിക്കി കുടിച്ചു. ഇവിടെ ആർക്കും ഒരു കുഴപ്പമുണ്ടായില്ല, ആർക്കും ഒരു വിഷമം തോന്നിയില്ല. ഈ പാവപ്പെട്ട ബിന്ദു കൃഷ്ണ കണിച്ചുകുളങ്ങരയിൽ പോയപ്പോഴാണ് എല്ലാവർക്കും പ്രയാസം. ഇനി ഇത് തന്നെ ബാക്കി മന്ത്രിമാർ ചെയ്യും, ഒരു സംശയവും വേണ്ട. OJ ജനീഷ് പോകാതിരിക്കും, നിശ്ചയമായിട്ട് പോകും. പുള്ളി ഒന്നുകിൽ പത്രക്കാരെ അറിയിച്ചിട്ട് പോകും, അല്ലെങ്കിൽ പത്രക്കാരെ അറിയിക്കാതെ പോകും. അതുമല്ലെങ്കിൽ തലയിൽ മുട്ടിട്ട് പോകും. ചിലരോട് പറയും, മുതലാളി ഞാനിവിടെ വന്നത് വല്ലവരും അറിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നവും, അതുകൊണ്ട് ഞാൻ അല്പം രഹസ്യമായിട്ട് വരും എന്ന് പറഞ്ഞ് പോകുന്നവരുണ്ട്. ഇനി ലിജു പോകാതിരിക്കുമോ? ഇപ്പോൾ തന്നെ നമ്മുടെ പ്രതിഭയുടെ പരാതി എന്താണ്? വെള്ളാപ്പള്ളി നടേശൻ എനിക്കിട്ട് പണിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നു. നടേശൻ മുതലാളി വില വെച്ചതുകൊണ്ടാണ് ഞാൻ തോറ്റുപോയത് എന്നാണ്. അപ്പോൾ പ്രതിഭ അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കഥ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ പ്രതിഭയോടുള്ള കയറുവ് കൊണ്ടായിരിക്കും മുതലാളി വേല വെച്ചതെങ്കിൽ പോലും അതിൻ്റെ ഗുണമാർക്ക് കിട്ടിയത് ലിജുവിനല്ലേ. ലിജു വെറുതെ ജയിക്കല്ലോ. ഇത് അദ്ദേഹത്തിന് വളരെ മധുരമനോഹരമായ മദ്യവകുപ്പാണ് കിട്ടിയത്. എത്ര നാൾ കൂടിയിട്ടാണ് ശ്രീനാരായണ സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് ഈ എക്സൈസ് വകുപ്പ് കിട്ടുന്നത്? അദ്ദേഹം നിശ്ചയമായിട്ട് കണിച്ചുകുളങ്ങരയിൽ പോകുമ്പോൾ 2 ഏത്തക്കൊല കൂടി കൊണ്ടുപോകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കായംകുളം മാർക്കറ്റിൽ നല്ല പച്ചക്കായ കിട്ടും. അത് അല്പം ഒന്ന് പഴുപ്പിച്ച് ചെമ്പഴം കൊള്ളുന്ന അവസ്ഥയിൽ, അതിന് പഴുപ്പിക്കാൻ പച്ചക്കടലില്ല, അതുകൊണ്ടാണ് കണിച്ചുകുളങ്ങരയ്ക്ക് ഇതുവരെ പോകാത്തത്. അത് ചെമ്പഴം കൊള്ളുന്ന അവസ്ഥയിലെത്തപ്പോൾ 2 കയ്യിലും ഓരോ കൊലയും പിടിച്ച് ലിജു സ്റ്റേറ്റുകാരിൽ വെള്ളാപ്പള്ളി നടേശന് പോയി കാണും. മുതലാളിക്ക് കാഴ്ചക്കൊല വയ്ക്കും. കാരണം മുതലാളിയുടെ കൂടി പിന്തുണയോടാണ് ലിജു ജയിച്ചത്. ഇത് മതേതരത്വവും ജനാധിപത്യവും ഒക്കെ പറയാൻ വളരെ സുഖമാണ്. മലബാറിലൊക്കെയുള്ള ചില ആളുകൾ, പ്രത്യേകിച്ച് ഈ കോൺഗ്രസ്സിനകത്തും പുറത്തുമുള്ള ചില ജിഹാദികളൊക്കെ ഇതിൽ വലിയ ലേള നടക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവരാത്തവരാണ്. അദ്ദേഹത്തെ കാണാൻ പോകുന്നത് വളരെ തെറ്റാണ്. ശിവഗിരിയിൽ പോയി പ്രകാശാനന്ദ സ്വാമി മരിച്ചുപോയി. നമ്മുടെ ഇപ്പോഴത്തെ മറ്റേ സ്വാമി ഉണ്ടല്ലോ, സച്ചിദാനന്ദ സ്വാമി, അദ്ദേഹത്തെ കണ്ടാൽ കുഴപ്പമില്ല. നടേശൻ ഗുരുവിനെ കാണുന്നത് തെറ്റാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. പറയുന്നവർക്ക് പലതും പറയാം. സച്ചിദാനന്ദ സ്വാമി വിചാരിച്ചാൽ ഒരു കമന്ന് കിടക്കുന്ന പ്ലാവിലെ മരത്തിയിടാൻ പറ്റില്ല, അല്ലെങ്കിൽ മലന്ന് കിടക്കുന്ന പ്ലാവിലെ കമത്തിയിടാനും പറ്റില്ല. ഞാൻ പറഞ്ഞ റൂട്ടിൻ്റെ കാര്യത്തിലാണ്. നേരെ മറിച്ച് വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെയല്ല. അദ്ദേഹത്തിന് ഇവിടെ സമുദായാംഗങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയുണ്ട്. അങ്ങനെ ഒരാളെ കാണാൻ പോകുന്നതിലൂടെ തെറ്റില്ല. ജി സുകുമാരനാരെ കാണാൻ പോകില്ലേ? തീർച്ചയായിട്ടും പോകും. വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോകും. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിനെ കാണാൻ പോകും. തിരുവനന്തപുരം ആർച്ച് ബിഷപ്പിനെ കാണാനും പോകും. പാണക്കാട്ട് പോകില്ലേ? വെള്ളാപ്പള്ളി നടേശനെ കുറ്റം പറയുന്ന ആളുകൾ പാണക്കാട്ട് പോകുന്നവരല്ലേ. എന്തുകൊണ്ടാണ് അവിടെ പോകുന്നത്? അതൊരു വോട്ട് ബാങ്കാണ് എന്നുള്ളതുകൊണ്ടാണ്. വി ഡി സതീശൻ ബക്രീദിൻ്റെ അന്ന് ഇവിടുന്ന് പെട്രോളും കത്തിച്ച് അങ്ങനെയൊക്കെ പോയത്. ഇദ്ദേഹത്തിന് ഇവിടെ പറവൂരോ മാഞ്ഞാലിയിലോ ആലുവയിലോ ചൂർണിക്കരയിലെ ഇടത്തലയിലെ ഏതെങ്കിലും മുസ്ലിമിൻ്റെ വീട്ടിൽ പോയി പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റുന്നില്ല എന്താ പോവാഞ്ഞത്? അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വള്ളക്കടവിലോ അതുമല്ലെങ്കിൽ മറ്റേ പെരുമാതുറയിലോ പോകാറുണ്ടല്ലോ. പോകാതെ എന്തുകൊണ്ടാണ്? അത് പാണക്കാട്ട് പോയി ബക്രീദ് ആഘോഷിക്കുന്നതിന് പ്രത്യേകിച്ചൊരു
ആ ഒരു മൊഞ്ചുണ്ട്, ഒരു സീനത്തുണ്ട്. അതിൽ പടച്ചവൻ്റെ ഒരു അനുഗ്രഹമുണ്ട്, പാണക്കാട് തങ്ങളുടെ ഒരു അനുഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് പോയത്. അപ്പോൾ ഇതൊക്കെ ആൾ വില കല്ല് വില എന്ന് പറഞ്ഞ തമാശക്കല്ല. തീർച്ചയായിട്ടും ബിന്ദു കൃഷ്ണൻ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ഞാൻ ആ സഹോദരിയെ അഭിനന്ദിക്കുന്നു. മറ്റ് മന്ത്രിമാർക്കും ഇത് പ്രചോദനമായി തീരും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഈ ആളുകൾ പലതും പറയും. സോഷ്യൽ മീഡിയയിൽ തള്ളുന്ന ആളുകൾക്കൊന്നും ഈ നാട്ടിലെ ജനങ്ങളുടെ പൾസ് അറിയേണ്ട ഒരു ആവശ്യമില്ല. അവരിങ്ങനെ പലതും പറയും. നിങ്ങളതൊന്നും കണക്കാക്കേണ്ട ഒരു കാര്യമില്ല. മന്ത്രിമാരായ ജനീഷും ലിജുവും ബാക്കി മന്ത്രിമാരും ആരും തന്നെ ആ കാര്യത്തിൽ യാതൊരു കൂസലും വിചാരിക്കേണ്ടതില്ല. ചലോ ചലോ കാണിച്ചു കൊടുത്തരാം.